തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനിടെ യുവതിയുടെ മൂത്രനാളത്തിൽ പരിക്കേറ്റു. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത പുന്നംപറമ്പിലാണ് സംഭവം. പുന്നംപറമ്പ് ഉന്നതിയിലെ കിഴക്കോട്ട് വീട്ടിൽ സുജ എന്ന യുവതിയുടെ ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഡോക്ടർക്ക് അബദ്ധം പറ്റിയത്. തനിക്ക് കൈപ്പിഴ പറ്റിയതായി ഡോക്ടർ സമ്മതിച്ചു. ശസ്ത്രക്രിയ നടത്തിയ ശേഷം മൂത്രാശയത്തിൽ മുറിവേറ്റ സുജയെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. ഫെബ്രുവരി 10-നാണ് ശസ്ത്രക്രിയ നടന്നത്. മരുന്നൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ 4 മാസത്തോളം വലിപ്പമുണ്ട് എന്ന് പറഞ്ഞു. ഒപ്പിയിൽ വന്ന് കാണാൻ പറഞ്ഞു. ഒപ്പിയിൽ പോയി കണ്ടു. 4 മാസം വലിപ്പമുണ്ട്, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഫെബ്രുവരി 9 അഡ്മിറ്റ് ആവാറ്. 10 സർജറി. 10 ഏറ്റവും അവസാനമാണ് ഞാൻ. അത് ഓപ്പറേഷൻ ചെയ്തതിലൂടെ ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനൊപ്പം യൂറിൻ സഞ്ചിയിൽ കത്ര കൊണ്ടുവന്നാണ് മാഡം പറഞ്ഞത്. മാഡം തന്നെ വിളിച്ച് സുജയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയണം, എനിക്കൊരു കയ്യബദ്ധം പറ്റി, യൂറിൻ സഞ്ചിയിൽ കത്ര കൊണ്ട് സുജനെ എത്ര പെട്ടെന്ന് ജൂബിലിയിലേക്ക് കൊണ്ടുപോകണം, ജീവൻ കിട്ടണം എന്ന് പറഞ്ഞു. അതെനിക്ക് പറയണ കേൾക്കാം, പക്ഷെ എനിക്കൊന്നും തിരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു ഓർമ്മയുള്ളൂ എനിക്ക്. പക്ഷെ എൻ്റെ വന്ന് വീണ്ടും സർജറിയാണ് അവിടെ. ഇച്ചിരി വേദനയല്ല, ഒരുപാട് വേദന തിന്നുണ്ട്. പക്ഷെ മാഡം നല്ല കാര്യമാണ് ചെയ്തത്. വേറെ ഒരു ഡോക്ടർമാരും പറയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സമ്മതിച്ചു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് കയ്യബദ്ധം പറ്റി, സുജനെ വേഗം രക്ഷിക്കണമെങ്കിൽ ജൂബിലിയിലേക്ക് കൊണ്ടുപോകണം. ഡോക്ടർ എന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ബുദ്ധിമുട്ടിലായിരുന്നു ആള്. അങ്ങോട്ടും ഇല്ലാണ്ട് നിൽക്കണതിൻ്റെ അവസ്ഥയിൽ മാഡം എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാന്നുള്ളൊരു കണക്കൂട്ടലാണ് ആള് ജൂബിലിയിലേക്ക് കൊണ്ടുപോയി തന്നെ. അവിടെ കൊണ്ടുപോയി 2 മണിക്കൂർ ഉള്ള സർജറി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മകൾ തിരിച്ച് കിട്ടാൻ 2 ദിവസം, ശരിക്കും നോർമലാവാൻ 2 ദിവസം പിടിച്ചപ്പോൾ ആകെ ട്യൂബിലാണ്. മൂക്കില് ട്യൂബ്, 2 സൈഡും ട്യൂബ്, യൂറിനിലും ട്യൂബ്, ഇപ്പോഴും യൂറിനിലെ ട്യൂബാണ്. പിന്നെ ഉള്ളില് ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ വരുമ്പോൾ. ഡിസ്ചാർജ് ആയി വരുമ്പോൾ തിങ്കളാഴ്ചയാണ് ഡിസ്ചാർജ് ആയി വന്നത്. 10 അഡ്മിറ്റ് ആവണം. ഇപ്പൊ അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് തരിപ്പിച്ചതിന്റെ ഒരു ഇതൊക്കെ പുറത്തു കൂടെ ഉള്ള ഒരു വേദന ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വയറങ്ങോട്ട് വീർമയാണ്. പിന്നെ വീർമ വന്നു കഴിഞ്ഞാൽ പിന്നെ വയറുവേദന തുടങ്ങും. ആ ഒരു ബുദ്ധിമുട്ടുള്ളതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. 10 ട്യൂബ് എടുക്കാൻ, ഉള്ളിലത്തെ ട്യൂബ് എടുക്കാൻ. ഇനി അതിന് സർജറി ആണോ എന്നൊന്നും ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ല. 10 അഡ്മിറ്റ് ആവണം. അത് ചെലവ് വരും. അതിന് എത്ര കെട്ടിയ സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഞങ്ങൾക്ക് താങ്ങാവുന്ന എമൗണ്ട് ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ കുറച്ച് ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അതില് കുറച്ച് ഇനി 10 മുമ്പ് എത്ര വരുമെന്ന് അറിയില്ല. ജൂബിലിയിലെ ഡോക്ടർ കുറച്ച് പൈസ അവിടെ അടച്ച്. പക്ഷെ പരമാവധി ഹെൽപ്പ് ചെയ്താണ്. ആള് ജീവൻ രക്ഷിക്കാൻ വേണ്ടി. വേറെ ഒരു ഡോക്ടർമാരങ്ങനെ ചെയ്യില്ല. അവര് ഒരു ഡോക്ടർമാരും എന്നെ സംബന്ധിച്ചോളം ആരും അങ്ങനെ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊരാളും പറയില്ല. അപ്പൊ അവര് മൂടി മറിച്ച് അങ്ങനെ വിടുള്ളൂ. അവരുടെ ജോലി അവർക്ക് രക്ഷിക്കാനുള്ള ഒരു ഇത് അവര് നോക്കുള്ളൂ. പക്ഷെ ആ മാഡം അങ്ങനല്ല പറഞ്ഞത്. എനിക്കതൊന്നും ഓർമ്മയില്ല. പക്ഷെ യൂറിൻ സഞ്ചി ഇതായപ്പോ യൂറിൻ മൊത്തം വയറ് ഫുള്ളും ഇതായി. പക്ഷെ ഒന്നും എല്ലാ ഭാവങ്ങളും അനങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലായി. അപ്പോ അതാണ് മാഡം പറഞ്ഞത്, സുജനെ രക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജൂബിലി കൊണ്ടുപോകണം.
2 സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് സുജന എത്ര വേഗം എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്ക് നല്ലത്. മാഡം കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആള് ഹോസ്പിറ്റലിലേക്ക് വന്ന് ആള് എല്ലാ കാര്യം അവിടുത്തെ ഡോക്ടർമാരോട് പറഞ്ഞ് എല്ലാ ആളും കൊടുത്തിട്ടാണ് ആള് പോയത്. പിന്നെ സർജറി കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് ICUന്ന് വാർഡിലേക്ക് ആക്കി. ഓർമ്മ ഇച്ചിരി വന്ന സമയത്ത് കാണാൻ വന്നിരുന്നു മാഡം. 2 വട്ടം വന്നിരുന്നു. 10-ാം തീയതിയുടെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആരാ വരണേ എന്താണെന്ന് എനിക്കറിയില്ല. വിളിച്ചില്ല ഡോക്ടർ, പിന്നെ വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചതാണ്, പത്രത്തില് ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് അന്ന് വിളിച്ചു. പക്ഷെ അന്ന് മാഡം വിളിച്ചന്ന് എനിക്ക് മിണ്ടാൻ പറ്റിയിരുന്നില്ല. നല്ലൊരു പെയിനായിരുന്നു. മോനാണ് സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു അച്ഛൻ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ പറയട്ടോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഇപ്പൊ ഇന്നലൊക്കെ വിളിച്ചെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് പിന്നെ 6-7 മാസം ജോലിക്കൊന്നും പോവാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുനിഞ്ഞ് ഞാനൊരു സാധനം എടുക്കണമെങ്കിൽ എനിക്കൊരു 3-4 മാസം കഴിയാണ്ട് എനിക്ക് കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റില്ല. പിന്നെ മക്കള് 2 ആള്. മോളുടെ കല്യാണം കഴിഞ്ഞ് മോള് ഗർഭിണിയായിരിക്കാണ്. ഇപ്പൊ 6-ാം മാസാണത്. മോൻ 8ല് പഠിക്കുന്നു. പുന്നമ്പറമ്പ്. ഭർത്താവ് കൂലി പണിക്കുന്നു. ഞങ്ങൾ 2 ആളും പോയിട്ടാണ് കുടുംബം കഴിയുന്നത്. എല്ലാ കാര്യവും നോക്കിയിരുന്നത് എന്റെ ഒരു ഇതിലാണ് എല്ലാതും നോക്കിയിരുന്നത്. അതൊരു മുടക്കായി. പിന്നെ കൂടെ ഉള്ളത് ബ്രദറാണ്. അപ്പൊ ആൾക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് ആളെ ഇവിടെ തന്നെയാണ്. അപ്പൊ ആളിപ്പോ എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 24 ദിവസത്തിനു ശേഷം വീട്ടിലെത്തിയ യുവതിക്ക് ഇപ്പോൾ എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കടുത്ത വയറുവേദനയുമുണ്ട്. ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സുജ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകും. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.